വിളിച്ചായിരുന്നു വിളിച്ചായിരുന്നു. അല്ല ഞാൻ മൊയ്തീനല്ലേ വിളിച്ചത്, നിങ്ങളാരാ? മൊയ്തീൻ ഇല്ല, 2 ദിവസത്തേക്ക് ഉണ്ടാവില്ല. ഞാനാണ് പ്രൊഡക്ഷൻ കൺട്രോളർ. ഇന്നും നാളെ. പ്രൊഡക്ഷൻ കൺട്രോളറാ? എടേ, എൻ്റെ ലൊക്കേഷനിൽ ഞാൻ അറിയാത്ത പുതിയ പ്രൊഡക്ഷൻ കൺട്രോളറോ? ഇതെവിടുത്തെ ആടോ? അത്യാവശ്യമുള്ളതുകൊണ്ട് മൊയ്തീൻ 2 ദിവസത്തേക്ക് നാട്ടിൽ പോയിരിക്കാം സാർ. ആരടുത്ത് പറഞ്ഞിട്ട് പോയി മൊയ്തീൻ? അല്ല, പറയാൻ പറ്റില്ല. സാറിൻ്റെ അടുത്ത് പ്രത്യേകം പറയാൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇന്നലെ രാത്രി മൊയ്തീൻ്റെ ഭാര്യ പ്രസവിച്ചു. മൊയ്തീന്റെ ഭാര്യ പ്രസവിച്ചത് എൻ്റെ കാതല. കഴിഞ്ഞ മാസം മൊയ്തീനും ആ പെണ്ണും കൂടെ ഈ ലൊക്കേഷനിൽ വന്നതാണ്. അപ്പോൾ ആ പെണ്ണ് വയറും വിട്ടിട്ട് ആ പെണ്ണ് ഗർഭിണിയല്ല. പിന്നെ 1 മാസം കൊണ്ട് ഗർഭിണിയാവൂ? കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടില്ലേ? വയറില്ലായിരുന്നോ? ഇല്ല ഇല്ല, ഒട്ടുമില്ല. അങ്ങനെ വയറില്ലെങ്കിൽ പിന്നെ എങ്ങനെ? നീ വല്ല കോംപ്ലിക്കേഷൻ ഉണ്ടോ സാറേ? ഈ വയറ് എന്തിനാണ് ഇതൊക്കെ? സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് ഒരു ഉത്തരവാദിത്വമല്ല കേട്ടോ. അല്ല സാറേ, അതങ്ങനെ എനിക്കും കേട്ടപ്പോൾ ടെൻഷൻ ആവുന്നുണ്ടല്ലോ സാർ. അല്ലെ മൊയ്തീൻ പോകുമ്പോൾ വിളിച്ചു പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു. അത് തിരക്ക്. ആ മൊയ്തീനെ, അല്ലേ ഇവര് പറഞ്ഞു നിന്റെ ഭാര്യയ്ക്ക് കഴിഞ്ഞ മാസം ഇവിടെ വന്നപ്പോൾ വയറൊന്നും ഇല്ലായിരുന്നു, പിന്നെ എങ്ങനെയാ പ്രസവിച്ചെന്ന് ചോദിക്കണോ? ഓക്കെ ഓക്കെ, പറയാം. സാർ, 2ാമത്തെ ഭാര്യ പ്രസവിച്ചു. 2ാമത്തെ ഭാര്യ സെറ്റിൽ വന്നിട്ടില്ല. അപ്പോൾ മൊയ്തീൻ ഇങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നില്ലേ? അല്ല, അത് സാറേ അടുത്ത് പ്രത്യേകം പറയരുതെന്ന് പറഞ്ഞാണ്. പിന്നെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയതാണ്. ഇയാളുടെ പേരെന്തുവാ? എൻ്റെ പേര് കരിമം ജയിലൻ. കരിമം ജയിലൻ എന്ന് വെച്ചാൽ എൻ്റെ അമ്മ പണ്ട് ഈ കശുവണ്ടി സമരത്തിലുണ്ടായിരുന്നു. അന്ന് ജയിലിൽ കിടന്നു. അവിടെ വെച്ചാണ് എന്നെ പ്രസവിച്ചത്. അതുകൊണ്ട് ജയിലൻ എന്ന് പേരിട്ടു. കടലിൽ വെച്ച് പ്രസവിക്കാൻ ഭാഗ്യമായി. കടലെന്നിട്ട് പിന്നെ ഞാൻ എന്നെ സംബന്ധിച്ച കാര്യം പറഞ്ഞേക്കാം. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരാളാണ്. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. മൊയ്തീൻ പറഞ്ഞു ഞാൻ സ്ട്രിക്റ്റൻസ് കാണിക്കത്തുള്ള അവനൊക്കെ എന്റെ തല കയറി നിരങ്ങുന്നത്. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. വല്ല വെട്ടിപ്പൊക്കെ നടത്തണമെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞിട്ട് നീ ചെയ്തോണം. സാറേ, ഏത് സെറ്റിൽ ചെന്നാലും ജയിലിനെ കുറിച്ച് ചോദിച്ചാൽ മതി. നമ്മൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വെട്ടിപ്പിനെ ചോദ്യം ചെയ്തതിന്റെ പേരിലാണ്. നമ്മളെ വെട്ടിച്ചാരും പറഞ്ഞു വിട്ടിട്ടില്ല. ഞാൻ ഒരു കാര്യം പറയാം. ഓവർ സ്വാതന്ത്ര്യം കൊടുക്കരുത്. മൊയ്തീൻ കൊടുത്താണ് കൊല്ലേ. ഓവർ സ്വാതന്ത്ര്യം കൊടുക്കുന്നതാണ് ഇമാരെ തലയിൽ കയറി നിരക്കുന്നത്. ഞാൻ ഒരിക്കലും കൊടുക്കില്ല. ഹാപ്പി ആയോ? ഞങ്ങൾ ഇവിടെ പറഞ്ഞാണ് ഞങ്ങളുടെ. പിന്നെ സീനുള്ള ആർട്ടിസ്റ്റുകളൊക്കെ റെഡിയാണ്. അതൊന്നും പറഞ്ഞു കാണത്തില്ലല്ലോ. പിന്നെ ജയിലിൽ നിന്ന് നായകൻ വരുന്നു, കൂട്ടുകാരെ കാണുന്നതല്ലേ സാർ? ആർട്ടിസ്റ്റുകൾ ആരെയൊക്കെ വേണമെന്ന് പറഞ്ഞാൽ എടാ ആരെ വിളിക്കേണ്ടത്? നമുക്ക് ബാസിയെ വിളിക്കാലോ. ബാസിയുടെ നമ്പർ സാറിൻ്റെ ഉണ്ടോ സാർ? ബാസിയുടെ നമ്പർ ഉണ്ട്. ഇത് കൺട്രോളറാണ് ഞാനാണ് ഇയാളാണ്? അല്ല, നമ്പർ എൻ്റെ ഇവിടെ. പിന്നെ താനെന്തിനാണ് ഈ ഡയറി പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നത് നമ്പർ ഇല്ലെങ്കിൽ? ഇത് ഞാൻ എടുത്ത് പഴയ 2 ദൂരമാണ്. സോളമനെ വിളി. ബാസിയെ വിളിച്ചോണ്ട് വരാൻ പറ. സോളമൻ്റെ നമ്പർ ഉണ്ടോ? സോളമൻ സാറേ, എന്ത് വെച്ചാൽ പെട്ടെന്ന് മൊയ്തീൻ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പുതിയ ഡയറി എടുത്തോണ്ടെന്ന്. പഴയ ഡയറിയിലാണ് ഈ നമ്പർ ഇല്ല. ഇതിപ്പോൾ പുതിയ ഡയറിയാണ് സാർ. പുതിയ നോക്കണം സാർ. വേണ്ട, ഈ 2 പേരൊക്കെ അറിയാവുള്ളൂ. ഈ ഇൻഡസ്ട്രിയിൽ എല്ലാം അറിയാവുന്ന ഒരാളാണ് ബിനു ആർ കുമാർ. ബിനു ആർ കുമാർ ഒക്കെ അല്ലടാ? ബിനു ആർ കുമാറിനെ വിളിക്കും. ബിനു ആർ കുമാർ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടോ? 32 വർഷം കൊണ്ട് ഫീൽഡിൽ നിൽക്കുന്നു. ഇയാളൊക്കെ എവിടുത്തെ കൺട്രോളറാണ്? ഇയാൾ എത്ര വർഷമായി ഫീൽഡിൽ വന്നിട്ട്? ഞാൻ 7 വർഷമായി. 7 വർഷമായി. ബിനു ആർ കുമാർ ഉണ്ടായിരിക്കും ഇല്ല കേട്ടോ. നമ്പർ ആരെങ്കിലും ഇപ്പൊ തൽക്കാലം നിങ്ങളെ ആരെ നമ്പർ ഉണ്ട് സാറേ? എൻ്റെ നിങ്ങൾ നമ്പർ തന്നാൽ ഞാൻ പെട്ടെന്ന് വിളിച്ച ഒരു കാര്യം ചെയ്യും. നമുക്ക് ആ സീൻ ഉച്ചയ്ക്ക് ശേഷം എടുക്കാം. ഇപ്പൊ ആ ലേഡീസിന്റെ സീനില്ലേ, മറ്റേ തൊഴിലാളികളായിട്ടുള്ള 4 സ്ത്രീകൾ വേണം. 4 സ്ത്രീകൾ സാറേ. അത് കുസുമത്തിന് മതിയാ? 9447229193. കുസുമത്തിനെ വിളിക്കാം. ബെസ്റ്റ് ആണ് സാർ. സൂപ്പർ ആണ്. രാധിക വിളിച്ചത്. രാധിക വിളിക്കാം സാർ. 922493511034. വേറെ 2 പെണ്ണുങ്ങളാണ്. ആരെങ്കിലും പെണ്ണുങ്ങളെല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. എല്ലാ നമ്പറും കാണാൻ പാടും അല്ലേ? അല്ല, അവരെയൊക്കെ സ്ഥിരം നമ്മളിവിടെ ഒരുപാട് റോഡിൽ ഇങ്ങനെ വിളിക്കുമ്പോൾ അവരുടെ ഈ നമ്പർ ഞാൻ കുറിച്ച് വെക്കാറില്ല. ആണുങ്ങളെന്ന് റോഡിൽ വിളിക്കാറില്ലേ? അല്ല, ആണുങ്ങളെന്ന് പറയുമ്പോൾ മറ്റേ അറിയില്ല. പെണ്ണുങ്ങളാകുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. പെണ്ണുങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ ടൈപ്പ് അല്ല. ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് സാർ. പെണ്ണുങ്ങളുടെ മുഖത്ത് ഞാൻ നോക്കില്ല. വിവാഹിതനാണോ? തലയൊറിയാനല്ല പറഞ്ഞത്, കല്യാണം കഴിച്ചോന്നാണ് ചോദിച്ചത്. കാര്യം പറ. ഒരു നാണമൊക്കെ ആണ് സാർ. ഭാര്യയുടെ നമ്പർ കാണാൻ അറിയാം? ഭാര്യയുടെ നമ്പർ ലാൻഡ് നമ്പർ അല്ലേ സാർ? അതൊക്കെ ഓർത്തെടുക്കാൻ പാടല്ലേടാ. മൊബൈൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കില്ല സാർ. കാരണം മൊബൈൽ വാങ്ങിച്ചു കൊടുത്താൽ അവർ വിളിക്കുമ്പോൾ നമ്മൾ എൻഗേജ്ഡ് ആകുമ്പോൾ അവൾ തെറ്റിദ്ധരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ പണി ഇതാണല്ലോ. അതെ, ഭയങ്കര തെറ്റിദ്ധാരണയാണ് സാറേ. സാറേ, ഈ ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ ഞാൻ നിൽക്കണ കണ്ടിട്ടുണ്ടോ സാർ? അത് തിരിഞ്ഞു നിൽക്കുള്ളൂ. കാരണം വെറുതെ തെറ്റിദ്ധാരണ, ഗോസിപ്പ്. ഒരു വാരികയിൽ ഇന്നാള് നമ്മളെ കുറിച്ച് വന്നു, ജയിലന്റെ അവിഹിതം എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നു. അല്ല, ഗോസിപ്പ് തെറ്റാണ്. കാരണം നമ്മളൊക്കെ ഡീസന്റ് ആയിരുന്നു. ആ സെറ്റിൽ വേറെ ഒരു കുഴപ്പമുണ്ടായില്ല.
അതാണ് എൻ്റെ ഒരു പ്രിൻസിപ്പിൾ. ഗോമതി വിളിക്കട്ടെ സാർ, ഗോമതി കുസുമത്തിനും വിളിക്കാം. പിന്നെ വേറെ ആരോ വിളിക്കണം സാർ? അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, മിക്കവാറും വർക്ക് പറഞ്ഞിട്ടുണ്ട് സാറേ. ഞാൻ സേഫ്റ്റി നിങ്ങളുടെ പറഞ്ഞു ഗോമതി കുസുമത്തെ വിളിക്കാൻ ഞാൻ പറഞ്ഞു. ഡയറക്ടർ ഞാനാണ്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് കാതറുണ്ട്, അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട്. ഞങ്ങൾ തീരുമാനിക്കും ഏതൊക്കെ ആർട്ടിസ്റ്റുകളെ ഫിക്സ് ചെയ്യണമെന്ന്. ഈ ഞങ്ങൾ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പേ താനെന്തിനോടെ ഫിക്സ് ചെയ്തത്? അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സാറിന് സിനിമയിൽ പെണ്ണുങ്ങൾക്ക് റോൾ ഉണ്ടാവുമല്ലോ. ഞാൻ 15 പെണ്ണുങ്ങളെ വിളിച്ച് ബ്ലോക്ക് ചെയ്ത് 15 പേരാ ഇവിടെ? എന്തിന്? അല്ല, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് 15 പേര് മിക്കവാറും വർക്ക് ഉണ്ടാവൂടി, ചില വർക്ക് ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. ഞാനത് പെട്ടെന്ന് എന്റെ ഭാര്യ വേണ്ട, മനസ്സിലായോ? പെട്ടെന്ന് ഭാര്യ ഓർത്ത എടിയെന്ന് വന്നു പോയതാണ്. അവര് ആർട്ടിസ്റ്റുകളെ വിളിച്ച് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളെ കാണോ, ഭാര്യ കാണോ? പിന്നെ ഭാര്യ ഓർക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഈ വിളച്ചിലൊന്നും ഇവിടെ നടക്കൂല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ പെണ്ണുങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്, വിളച്ചിൽ നടക്കില്ല. ഡിക്രൂ സാറിന്റെ സെറ്റാണ്, വിളച്ചിൽ നടക്കൂല. പെണ്ണുങ്ങളെ ശല്യപ്പെടുത്താൻ നിങ്ങളെ സമ്മതിക്കൂല. അതെ, അതിന് അവകാശമുള്ള നീ തന്നെ. അത് തന്നെ സാറേ. ഈ 15 പെണ്ണുങ്ങൾ ഇവിടെ വരുന്നത് അവരുടെ പ്രൊട്ടക്ഷൻ ഞാൻ എടുത്തോളാം, അടുത്ത് ഉറപ്പ്. ഞാൻ പറഞ്ഞ പെണ്ണുങ്ങളുടെ വിളച്ചിലല്ല, നിന്റെ വിളച്ചിൽ ഇവിടെ എടുക്കാൻ സമ്മതിക്കത്തില്ല. എന്റെ വിളച്ചില്ല, ഇവിടെ 4 പെണ്ണുങ്ങൾ മതി. 15 പേരെ വിളിച്ച് ഇവിടെ 4 പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ 15 പെണ്ണുങ്ങളെ വിളിച്ചിട്ടുണ്ട്. സാർ അതിൽ നിന്ന് 4 എണ്ണം സെലക്ട് ചെയ്തു. ബാക്കി 11 എണ്ണത്തിന് എന്ന് പറഞ്ഞാൽ ടീ എന്തെങ്കിലും കൊടുത്താൽ ടീ എന്തെങ്കിലും കൊടുത്താൽ ഈ അടുത്ത് കൊടുക്കും. ടീ എന്തെങ്കിലും കൊടുക്കാൻ പകുതി ഞാൻ കൊടുത്തു. സത്യം നിങ്ങൾ എന്തിനു വിളിച്ചോണ്ട് വന്നതാണ്? ഇത് ഇവിടെ ആവശ്യമില്ല സാർ. അവിടെ ചിലപ്പോൾ ഈ 11 പേര് 4 പേരെ വിളിച്ചോണ്ട് 4 പേരിൽ 2 പേരെ ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അവരുടെ അടുത്ത് വാക്ക് കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് അവർക്ക് ഈ 15 പേർക്കും ചെലവിന് കൊടുക്കാൻ വാക്ക് കൊടുത്തിട്ടുണ്ടോ? ഞങ്ങളെ പറ്റില്ല. ചെലവിന് പിന്നെ 15 പേർക്ക് ഫുഡ് കൊടുക്കണ്ടേ? ഇല്ല, അങ്ങനെയല്ല സാർ. ആ രീതിയിൽ സംസാരിക്കുക. 15 പേര് ഇവിടെ വന്ന് വരും, അവരുമായിട്ട് നമുക്ക് ഒരു അടുപ്പമുണ്ട് സാർ. അതുകൊണ്ട് വേറെ ഒന്നും, നമ്മളൊരു സഹോദരനാണ്, അവരുടെയൊക്കെ ഒരു സഹോദരൻ, എല്ലാവരുടെ സഹോദരൻ. പറഞ്ഞു വിടാതോ, ഇത് ശരിയാവും തോന്നുന്നില്ല. എല്ലാം കൂടെ കുളമാകാനല്ലേ സാർ ഇവരെല്ലാം വേറെ വല്ല പടത്തിലാണ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും? അല്ല, വേറെ 7 പടത്തിൽ ചെയ്തിട്ടുണ്ട് സാർ. 7 പടത്തിൽ ചെയ്തിട്ടുണ്ട്. മറ്റേ പെണ്ണുങ്ങളെ വെച്ച് മാത്രം ഒരു പടം എടുത്തില്ലേ, എന്റെ കൺട്രോളർ ഞാനായിരുന്നു. പെണ്ണുങ്ങളെ വെച്ച് ഡയറക്ടർ എന്നെ ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞു, ജയിലൻ തന്നെ വേണമെന്ന് പറഞ്ഞു. പെണ്ണുങ്ങളെ വെച്ച് മാത്രം ഒരു പടം എടുത്തില്ലേ. ചാകരയായിരുന്നോ നടക്കാതെ കുന്തളിച്ചാണ് സാറ്. എന്നെ ആകുമ്പോ എല്ലാവർക്കും വിശ്വാസമാണ്, ഡയറക്ടർക്ക് വിശ്വാസമാണ്. ഏത് കാര്യമില്ല. നിനക്ക് പറ്റിയ കമ്പനി നിന്റെ മനസ്സറിഞ്ഞാ മൊയ്തി കൊണ്ട് തന്നത്. സാറേ എന്താന്ന് വെച്ചാൽ എടുക്കണം സാർ. ഈ പെണ്ണുങ്ങളെ എടുക്കാല്ലേ സാർ? അതല്ലേ സാർ വേറെ ഒന്നും കൊണ്ടുവരില്ല. ഒരു ഐശ്വര്യം തന്നെ പെണ്ണുങ്ങളെ വെച്ച് സീൻ തുടങ്ങാം. ആണുങ്ങളെ നമുക്ക് പിന്നെ എടുക്കാം സാർ. നമ്പർ ഞാൻ തപ്പിയെടുക്കാം. ആര് അവന്റെ പേരുമൊക്കെ മറന്നുപോയി. ബിനുവാർ കുമാർ, സോളമൻ ബാസി 3 പേർക്ക്. ഓർത്തിരിക്കണേ. ബഹുമാനൊക്കെ വെറും കഞ്ഞികളാണ് സാറേ. അറിയാവോ? അറിയാം, കഞ്ഞികളാ. നമ്മുടെ സ്ഥിരം മുടക്കാണ്. നമ്മൾ പെണ്ണുങ്ങൾ സംസാരിക്കും ബഹുമാർക്ക് അസൂയ. ആണുങ്ങളെല്ലാം കഞ്ഞികളാണ്, പെണ്ണുങ്ങളാണ് ചോറും അന്നം. സാറേ അപ്പോൾ ഞാൻ അത് വിളിച്ചോണ്ടു. പെണ്ണുങ്ങളെല്ലാം 15 പേര് അറേഞ്ച് ചെയ്തത്. 15 പേര് വേണ്ട, നിങ്ങൾ അത്യാവശ്യമുള്ള ആൾക്കാർ, സീനിലുള്ള ആൾക്കാർ, മിനിമം ഫീമെയിൽ ആർട്ടിസ്റ്റ് 4 പേരെ വിളി. ബാക്കിയുള്ളവരെല്ലാം വിളിച്ച് ഇവിടെ ജാഥയായിട്ട് നിർത്തിക്കളയായിരുന്നു. പ്രാക്കിട്ടാൽ നമുക്ക് വരത്തില്ല. ഇല്ല സാറേ. സാർ അവരുടെ അടുത്ത് മര്യാദയ്ക്ക് പെരുമാറുന്ന ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. അതല്ല ഞാൻ ചോദിക്കട്ടാ, കണ്ടിന്യൂറ്റി ഉള്ളല്ലേ? സ്റ്റേ ചെയ്യേണ്ടി വരും. ചെയ്യണം. നമ്മുടെ ഏർപ്പാടിൽ വേറൊരു വീടുണ്ട്, അവിടെ ഞാൻ കൊണ്ട് അല്ല, എന്റെ ഏർപ്പാടിൽ നമ്മുടെ ഒരു ഹോട്ടലിൽ താമസിക്കില്ല സാർ. എന്നെ വിശ്വാസമാണ്. ഞങ്ങളെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. എന്റെ റൂം അല്ല സാർ, അവിടെ അല്ലല്ലോ സാർ. വൈദ്യം പറഞ്ഞിരിക്കുന്നത് എനിക്ക് നിങ്ങളുടെ അവിടെ അല്ല റൂം പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഞാൻ റൂം വേണ്ടെന്ന് പറഞ്ഞു. എന്റെ ഒരു വീടുണ്ട്, ആ വീട്ടിൽ ഈ ആർട്ടിസ്റ്റുകളെല്ലാം അങ്ങനല്ലല്ലോ വേണ്ടേ. ഒരു വർക്ക് വരുമ്പോൾ അല്ല സാർ, വേറെ ഒന്നും കൊണ്ടല്ല. സാറിന്റെ അവിടെ ഈ പെണ്ണുങ്ങളും താമസിച്ചാൽ സാറിന് ചീത്തപ്പേര്. അവിടെ ഡിക്രൂ കാണത്തില്ല. ഞാനവിടെ എനിക്ക് വേറെ ഇതുണ്ട്. സാറിന്റെ ഗസ്റ്റ് ഹൗസിലല്ല പെണ്ണുങ്ങൾ. എനിക്ക് സമാനം എവിടെ വേണം അവിടെ. സാറിന്റെ ഗസ്റ്റ് ഹൗസിൽ ഞാൻ തെറ്റിദ്ധരിച്ചു. എന്റെ ഗസ്റ്റ് ഹൗസ് എന്താ? അല്ല, സാറിന് ചീത്തപ്പേരാവില്ലേ? സാറിന് ചീത്തപ്പേര് വരില്ലേ? സാറിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് സാറിന് ചീത്തപ്പേര്. ഇയാൾ എന്ത് കാര്യത്തിലാണ് ഞാൻ ഇവിടെ? അത് വേറെ ഒന്നും കൊണ്ടല്ല സാർ. ഞാൻ അവര് കേൾക്കണ്ട. സാറിനെ കാണുമ്പോൾ ഒരു ഫിലിം ഹീറോയുടെ ഒരു ഗെറ്റപ്പാണ്. പെണ്ണുങ്ങൾക്കെല്ലാം ഇഷ്ടമാണ്. അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഡിക്രൂ സാറിൻ്റെ ഗ്ലാമറം തന്നെ. എല്ലാവർക്കും സാറിൻ്റെ അടുത്ത് സംസാരിക്കണം, സാറിൻ്റെ അടുത്ത് ഒന്ന് ഓട്ടോഗ്രാഫ് വാങ്ങിക്കണം, സാറിൻ്റെ പിന്നെ ഈ ഗസ്റ്റ് ഹൗസിൽ താമസിക്കണം. ഇത് ഗോസിപ്പ് വരും. സാറിൻ്റെ ഈ ഗ്ലാമർ വലിയ ശാപമാണ് സാർ. ഇല്ല, കളിയാക്കിയില്ല സാർ. ഇല്ല സാർ കണ്ണാടി എടുത്ത് നോക്കണം. സാർ നസീർ സാറിനെ പോലെ അല്ലേ നോക്കണം. സാറൊന്ന് നോക്കണം. എന്താ സാർ നസീർ സാറിനെ പോലെ ലാലേട്ടനെ പോലെ ഉണ്ട് സാറിൻ്റെ. ഇല്ല, അവര് കേട്ടോ. എനിക്ക് ആരെയും പേടിയില്ല സാർ. സാറിന്റെ കബിളുണ്ടല്ലോ, മോഹൻലാലിന്റെ കബിൾ പോലെ ഉണ്ട്. ഞാൻ ഗുണദോഷിക്കും. ഞാൻ സ്ട്രിക്റ്റ് ആണ്. അതെ സാർ. ആരെ പറയുന്ന പോലെ ഞാൻ കേട്ടോളാം. സാറ് പറയുന്ന പോലെ ഞാൻ കേട്ടോളാം. സ്ട്രിക്റ്റ് ആണെന്ന് പറയാടാ. ഇതാണോ അവിടെ ചെന്ന് ഇങ്ങനെ ഗുണഗുണാന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? അല്ല, അതോ
നീ 15 എണ്ണം അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ നിന്റെ മനസ്സ് മാറി നീ ഒരു സന്ധി സംഭാഷണത്തിൽ ഏർപ്പെട്ടു. അല്ല അതെ നമുക്ക് അദ്ദേഹം നല്ല മനുഷ്യനാണ്, അദ്ദേഹം നല്ല മനുഷ്യനാണ് സാറ്. നിങ്ങൾ അദ്ദേഹം എനിക്ക് ഏട്ട് പടത്തിൽ വർക്ക് ചെയ്ത ആളാണ്. ഇയാൾക്കുള്ള സ്വഭാവം അനുസരിച്ച് തന്നെ 10-17 പേരെ കൊണ്ട് ആത്മാർത്ഥം ചെയ്തതാണ്. പക്ഷെ അത്രേ ഉള്ളൂ സാർ, കളങ്കമില്ല, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കളങ്കമില്ലാത്തതാണ് ചെയ്തത്. ഡയറി മാറിയത് ഇനി ആണുങ്ങളുടെ ഡയറി എടുത്തോണ്ട് വരാം, നാളെ ഞാൻ തീർച്ചയായിട്ടും എടുത്തോണ്ട്. അപ്പൊ ഇപ്പൊ പെണ്ണുങ്ങളെല്ലാം വിളിക്കണം, അവര് വേണമെങ്കിൽ അവിടെ സ്റ്റേ ചെയ്തോളൂ. ഓക്കെ കേട്ടോ, ഓക്കെ വേണമെങ്കിൽ ഓക്കെ, ഞാൻ വിളിച്ചോളാം. ഇപ്പൊ ആർട്ടിസ്റ്റിനെ ഒക്കെ വിളിക്കാം. അവിടെ സ്റ്റേ ചെയ്തോ. ശരി സാർ. പിന്നെ വേറെ കാര്യം, പുള്ളി എന്തോ അവിടുന്ന് കുടുങ്ങണമെന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി പാവ ചേരുംപടി ചേർന്ന് ഇത് മൊയ്തീൻ ഇവന്റെ സ്വഭാവം അറിഞ്ഞു വെച്ചോണ്ട് തപ്പിയെടുത്തത്.